ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നത് ഷോർട്സ് വീഡിയോ ആണ്. ഫസ്റ്റ് ഇടുന്ന ലോങ് വീഡിയോയിൽ നമ്മുടെ ഫാമിലിയെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരി ഗാനങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കേട്ടോ. ഇത് ഇസാജിയുടെ സ്റ്റഡി ടേബിൾ ആണ്. പുള്ളിക്കാരിക്ക് 2 വയസ്സുള്ളപ്പോൾ ഞാനൊരു ആഗ്രഹം കൊണ്ട് മേടിച്ചു കൊടുത്തതാണ്. ഇപ്പൊ അത് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ മേടിക്കണം പുതിയ ഒരെണ്ണം. പുള്ളിക്കാരി ഇതിൽ വെച്ചിട്ടാണ് കളറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക കളറുകളും ഈ ടേബിളിൽ തന്നെ ഉണ്ട്. കുറച്ചുകൂടെ നല്ല ഒരെണ്ണം മേടിച്ചു കൊടുക്കണം. ഇത് ഏകദേശം ഇതിന്റെ പരിപാടി കഴിയാറായി. അപ്പം നമ്മൾ അടുക്കി ചിട്ടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഒരുപാട് വിമർശനങ്ങളും അനുകൂലമായിട്ടൊക്കെ ഒരുപാട് കമന്റുകളും ഉണ്ടായിരുന്നു. അപ്പം പിള്ളേരെ ഞാനിതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാണുന്നത് പഠിച്ചതാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു അടുക്ക് ചിട്ടയോടുകൂടി വെക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏകദേശം വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തല്ലോ, ഓൾറെഡി അവരിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനകത്തെല്ലാം പുള്ളിക്കാരുടെ ഓരോ അലിക്കുലത്ത് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ജേർണലിംഗ് ചെയ്യുന്ന യൂസ് ചെയ്യാൻ വേണ്ടി പേപ്പർ വെട്ടിയിട്ട് പാറ്റേൺ പേപ്പേഴ്സ് കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പൊടിച്ചിയുടെ സാമ്രാജ്യം പൊടിച്ച് തന്നെ പരിചയപ്പെടുത്താണെന്ന് പറഞ്ഞത്. എന്റെ ബാർബിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് മേക്കപ്പ് സെറ്റ്. പൊടിച്ചിയുടെ സാമ്രാജ്യത്തിലേക്ക് പോവാം. അതോലൊക്കെ ആണെന്ന് തോന്നുന്നു. ആയുധങ്ങളെല്ലാം ഉണ്ട്. ഓരോന്നിന്റെ പേരുകളാണ്. ഇപ്പൊ കായംകുളത്ത് പുതിയൊരു ഗ്ലോബൽ എന്ന് പറഞ്ഞ കട വന്നിട്ടുണ്ട്. അതിനകത്ത് അവിടെ കിട്ടാത്ത ഒരു സാധനമില്ല. നമ്മൾ ക്യാഷ് ഓട്ടങ്ങ് കയറിയാൽ മതി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കാണ് ഭാഗ്യം. എന്തെല്ലാം സാധനങ്ങളാണ് അവർക്ക് കളിക്കാനും അതേപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായാലും ഓരോ കാര്യങ്ങൾ ഓരോ ആക്ടിവിറ്റീസിനായിട്ടുള്ള പ്രത്യേകം പ്രോഡക്റ്റുകളാണ്. ചൈന ഇറക്കി കൊടുത്ത എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ഓരോ ഐറ്റംസ് ആണ്. സ്റ്റിക്കർ എന്തൊക്കെയാണ് ഇതിന്റെ പേരുകളൊന്നും നമുക്ക് അത്ര അറിയത്തില്ല കേട്ടോ. ഹവായ് സ്റ്റിക്കറുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ. പൊടിച്ചിക്കുള്ള സ്റ്റഡി ടേബിൾ ഉണ്ടാക്കണം. ഇതിപ്പോ എന്റെ ടേബിള് പുള്ളിക്കാർ കയ്യേറിയിരിക്കുകയാണ്. അപ്പം പ്രത്യേകം ഇവിടെ ഒരു സ്റ്റഡി ടേബിളോട് വെക്കാനുള്ള സ്പേസ് ഇവിടെ ഇല്ല. എന്നാലും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഫുഡിനകത്തും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചെറിയൊരു ഷോക്കേസ് പോലത്തെ സംഭവമാണ്. പിള്ളേരുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെക്കാനും അതേപോലെ തന്നെ പൊടിച്ചി ഉണ്ടാക്കിയ സാച്ചി ഉണ്ടാക്കിയ ക്ലേ വെച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. എന്താണ് മിച്ചോ? മന്ത്രവാദിനി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ പിള്ളേരുടെ ഓരോ ഫോട്ടോസ് ഒക്കെ നമ്മളിങ്ങനെ ഫ്രെയിം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷോക്കേസിൽ ഇതുപോലെ ചെറിയ സംഭവങ്ങൾ, ബ്ലൂടൂത്ത് സ്പീക്കർ, അതുപോലെ പഴയ ക്യാമറ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ക്രോഷി വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും മേടിച്ചു കൊടുക്കാൻ നമ്മളെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ക്രോഷി പരിചയപ്പെടുത്തണം. ക്രോഷി ചെറിയൊരു ഷോക്കേസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ കൊടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് പല കളറിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൺ വോയിസ് കൊടുത്ത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില ക്ലിപ്പുകൾക്കൊന്നും എനിക്ക് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റും. വൈഫ് ചെയ്തൊരു എംബ്രോയിഡറി വർക്കാണ്. ഞാൻ ഈ വീട് മേടിച്ച സമയത്ത് അടിച്ച പെയിന്റ് ആണ്. ഏകദേശം 6 വർഷത്തോളം കഴിഞ്ഞു പെയിന്റ് അടിച്ചിട്ട്. കഴിഞ്ഞ വീഡിയോ കണ്ട ഒരുപാട് പേര് പറഞ്ഞു പെയിന്റ് ഒക്കെ അടിച്ച സെറ്റപ്പ് ആവും. കഴിഞ്ഞ ഷോർട്ട് വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം. പൊടിച്ചിക്ക് സാച്ചിക്കും പ്രത്യേകിച്ച് സെപ്പറേറ്റഡ് റൂമൊന്നും. അതുകൊണ്ട് തന്നെ ഡബിൾ ഡക്കർ കട്ടിലുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. കട്ടിലുണ്ടാക്കി ആദ്യത്തെ ഒരു മൂച്ച് മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് ഓൺമാർക്ക് തോന്നുമ്പോൾ മാത്രമാണ് അതിൽ കയറി കിടക്കുക. കൂടുതൽ ഇതിൽ കിടക്കാത്തതെന്ന് വെച്ചാൽ പൊടിച്ചാണ്. താഴത്തെ തട്ടി കിടക്കുന്ന പൊടിച്ചായതുകൊണ്ട് തന്നെ ഫാന്റെ കാറ്റ് അധികം കിട്ടാറില്ല. പൊടിച്ച് കട്ടിലേക്ക് കിടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇസാച്ചി അവിടെ ഇറങ്ങും. ഇടയ്ക്കൊക്കെ തോന്നുമ്പോൾ മാത്രമാണ് ഇപ്പൊ കയറി കിടക്കാറുള്ളത്. കുഞ്ഞുനാൾ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലുള്ള കട്ടിലേക്ക് കിടക്കാനായിട്ട്. പിന്നെ ഷോർട്സ് വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചാണ് ഈ പടങ്ങളൊക്കെ വരച്ചത്. ഈ ടൈമിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോറി വരയ്ക്കുന്നത്. അതിൽ ചിലതൊക്കെ ശരിയാകുമ്പോഴത്തേക്ക് അതുപോലെ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാം. ഈ വീഡിയോയിൽ ഒരുപാട് പേര് അടുത്ത സമയം കൊണ്ടാണ് കമന്റുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ലോങ് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കിട്ടിയത്. ഇതിൽ നീ കോർത്തെടുക്കുന്ന മുല്ലപ്പൂ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ വള്ളിമുല്ലക്കകത്ത് പിടിച്ച ആവശ്യമില്ലാത്ത സമയങ്ങളൊക്കെ ഒരുപാട് പൂക്കൾ വരാറുണ്ട്. എവിടെയെങ്കിലും കല്യാണമോ സ്കൂൾ പ്രോഗ്രാമോ ഒക്കെ വരുമ്പോൾ നമുക്കത് കിട്ടാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു ഫാമിലിയുടെ വിശേഷങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.